Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെപ്ഷൻ ഹൈറാർക്കി എന്താണ്, എക്സെപ്ഷനും എററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മുടെ എക്സെപ്ഷൻ ഹൈറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷൻ റിലേറ്റഡ് ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, ഏത് ക്ലാസ് ഏതിനൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ എക്സെപ്ഷൻ ഹൈറാർക്കിയിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്ക് എക്സെപ്ഷനും എററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വിച്ച് ഇസ് ദ ബേസ് ക്ലാസ് ഓഫ് ഓൾ ക്ലാസ്സസ് ഇൻ ജാവ? നമ്മുടെ ജാവയ്ക്കകത്ത് എല്ലാ ക്ലാസ്സിൻ്റെയും ബേസ് ക്ലാസ് ഏതാണ്? അപ്പോൾ ഇതൊരു ഇന്റർവ്യൂവിന് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ ആർക്കും അറിയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ക്ലാസ്. ഓക്കെ, ഒബ്ജക്റ്റ് ക്ലാസ് ആണ് നമ്മുടെ ജാവയിലെ എല്ലാ ക്ലാസിന്റെയും ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എക്സെപ്ഷനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സെപ്ഷൻ ക്ലാസ്സുകളുടെ എല്ലാം ബേസ് ക്ലാസ് ഏതാണ്? ജാവയിലെ എല്ലാ ക്ലാസിന്റെയും ബേസ് ക്ലാസ് ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്സെപ്ഷന്റെ എല്ലാ ടൈപ്പ് ഒരുപാട് എക്സെപ്ഷൻ ക്ലാസ് കാണുമല്ലോ, അതിന്റെ എല്ലാം ബേസ് ക്ലാസ് ആണ് ത്രോവബിൾ. ഓക്കെ, ആ ത്രോവബിളിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ബേസ് ക്ലാസ് ആയ ഒബ്ജക്റ്റ് ക്ലാസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്താണ് നമ്മുടെ ത്രോവബിൾ ക്ലാസ് വരുന്നത്. ഈ ത്രോവബിൾ ക്ലാസ് രണ്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ എക്സെപ്ഷൻ ക്ലാസ്സും എറർ ക്ലാസ്. പിടികിട്ടിയല്ലോ. അപ്പൊ ബേസ് ക്ലാസ് ഒബ്ജക്റ്റ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സെപ്ഷൻ ക്ലാസ് ആയ ത്രോവബിൾ. അതാണ് നമ്മുടെ എക്സെപ്ഷൻസിന്റെ എല്ലാം ബേസ് ക്ലാസ്. അത് രണ്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു, എക്സെപ്ഷനും എററും. ഓക്കെ, അപ്പൊ ഇനി എക്സെപ്ഷൻ എററിന്റെ ബാക്കി സബ് ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുന്നേ, ഏതൊക്കെ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് പോകുന്നതിന് മുന്നേ എക്സെപ്ഷനും എററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എക്സെപ്ഷനും എററും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, എക്സെപ്ഷൻ ഒക്കെ ചെയ്യുന്ന കാരണം എന്താണ്? ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് പ്രോഗ്രാംസ്. അതായത് പ്രോഗ്രാമിലുള്ള ഓരോ പ്രശ്നങ്ങൾ മൂലമാണ് നമ്മുടെ പല ടൈപ്പ് എക്സെപ്ഷൻ, ഇപ്പൊ അരിത്തമാറ്റിക് എക്സെപ്ഷൻ അങ്ങനെ ഓരോന്ന് ഒക്കെ ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ. നെക്സ്റ്റ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഴ്സ് ഡ്യൂ ടു ലാക്ക് ഓഫ് സിസ്റ്റം റിസോഴ്സസ്. അതായത് സിസ്റ്റം റിസോഴ്സസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമായിരിക്കും എറർ ഒക്കെ ചെയ്യുന്നത്. അതായത് സിസ്റ്റം റിസോഴ്സ് വീക്ക് ആണെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റാം കുറവാണ്, അല്ലെ മെമ്മറി കുറവാണ്, അല്ലെ പ്രൊസസ്സർ സ്ലോ ആണ്, ഇങ്ങനത്തെ ഒക്കെ റീസൺ കൊണ്ടാണ് എറർ ഒക്കെ ചെയ്യുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷൻ റിക്കവറബിൾ ആണ്. അതായത് എക്സെപ്ഷൻസ് നമുക്ക് റിക്കവർ ചെയ്യാം. കാരണം എന്താ, നമ്മൾ പ്രോഗ്രാമർ ത്രൂ ക്രിയേറ്റ് ആവുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഒക്കെ കൊടുത്ത് അത് റിക്കവർ ചെയ്തെടുക്കാം. എറർ എന്ന് പറയുന്നത് റിക്കവറബിൾ അല്ല. അത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡീൽ ചെയ്യണം. പ്രോഗ്രാമറിന് അത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിടികിട്ടിയല്ലോ. നെക്സ്റ്റ് മൂന്നാമത്തെ ഡിഫറൻസ്, എക്സെപ്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. കമ്പൈൽ ടൈം എക്സെപ്ഷൻ ഉണ്ട്, റൺ ടൈം എക്സെപ്ഷൻ ഉണ്ട്. കമ്പൈൽ ടൈം എക്സെപ്ഷന്റെ വേറൊരു പേരാണ് ചെക്ക്ഡ് എക്സെപ്ഷൻ. റൺ ടൈം എക്സെപ്ഷന്റെ വേറൊരു പേരാണ് അൺചെക്ഡ് എക്സെപ്ഷൻ. ഈ ചെക്ക്ഡ് അൺചെക്ഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ഇത്രയും നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കിയാൽ മതി. എക്സെപ്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, കമ്പൈൽ ടൈം ആൻഡ് റൺ ടൈം. എറർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഒന്നും ഇല്ല, ആകെ ഒറ്റ ടൈപ്പേ ഉള്ളൂ. റൺ ടൈം എക്സെപ്ഷന്റെ കാറ്റഗറിയിലാണ് അത് വരുന്നത് എറർ. ഓക്കെ, എറർ റൺ ടൈമിലാണ് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ അത്രയും പിടികിട്ടിയല്ലോ. അപ്പോൾ എറർ എക്സെപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എക്സെപ്ഷൻ ഹൈറാർക്കി നോക്കാം. അതായത് നമ്മുടെ എക്സെപ്ഷൻ ക്ലാസ്, എക്സെപ്ഷൻ റിലേറ്റഡ് ക്ലാസ് ഏതൊക്കെയാണ്, ഏതിനൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ഒബ്ജക്റ്റ് ക്ലാസ് ആണ് ബേസ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ക്ലാസ് ബേസ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സെപ്ഷനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ എക്സെപ്ഷന്റെ പാരന്റ് ക്ലാസ് ഏതാണ്? ത്രോവബിൾ. ഓക്കെ, അതുവരെ നമ്മൾ മുമ്പ് പറഞ്ഞു. പിന്നെ ത്രോവബിൾ രണ്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, എക്സെപ്ഷനും എററും. ഇനി എക്സെപ്ഷൻ ഏതൊക്കെ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറെ ക്ലാസ്സുകളെ അത് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻ, നോ സച്ച് മെത്തേഡ് എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ, റിമോട്ട് എക്സെപ്ഷൻ, ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ, റൺ ടൈം എക്സെപ്ഷൻ. ഇത് കൂടാതെ ഒരുപാട് തൗസൻഡ്സ് ഓഫ് എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള എക്സെപ്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സെപ്ഷൻ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഇതൊക്കെ. പിടികിട്ടിയല്ലോ. ഇനി ഇതിനകത്ത് തന്നെ ഇന്റേൺ ഈ ക്ലാസ്സുകൾ തന്നെ പല ക്ലാസ്സുകളെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എക്സെപ്ഷൻ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് EOF എക്സെപ്ഷൻ. EOF എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ഫയൽ എക്സെപ്ഷൻ. ഓക്കെ, എൻഡ് ഓഫ് ഫയൽ എക്സെപ്ഷൻ, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ. ഈ ക്ലാസ്സുകളെല്ലാം നമ്മുടെ എക്സെപ്ഷൻ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. പിടികിട്ടിയല്ലോ. അതുപോലെ തന്നെ നമ്മുടെ റൺ ടൈം എക്സെപ്ഷനകത്തും ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്, സബ് ക്ലാസ്. അതായത് അരിത്തമാറ്റിക് എക്സെപ്ഷൻ, ക്ലാസ് കാസ്റ്റ് എക്സെപ്ഷൻ, നൾ പോയിന്റർ എക്സെപ്ഷൻ, ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഈ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ടിനകത്ത് തന്നെ സബ് കാറ്റഗറി ഉണ്ട്. അതായത് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷനും സ്ട്രിംഗ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷനും. ഓക്കെ, നെക്സ്റ്റ് ഇല്ലീഗൽ ആർഗ്യുമെന്റ് എക്സെപ്ഷൻ. അതിനകത്ത് വരുന്നതാണ് നമ്മുടെ നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ. അങ്ങനെ ഒരുപാടുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സെപ്ഷൻ ക്ലാസ്സിനകത്ത് വരുന്ന ക്ലാസ്സുകളാണ് ഇതൊക്കെ. അപ്പൊ അതിനകത്ത് തന്നെ പല സബ് ക്ലാസ്സസും ഉണ്ട്. പിടികിട്ടിയല്ലോ. ഇനി നമ്മുടെ എറർ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എറർ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അസർഷൻ എറർ ക്ലാസ്,
വെർച്വൽ മെഷീൻ എറർ, ലിങ്കേജ് എറർ, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ എറർ ക്ലാസിന്റെ സബ് ക്ലാസ് ആയിട്ട് വരുന്ന അത് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. പിടികിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് തന്നെ വെർച്വൽ മെഷീൻ എററിനകത്ത് തന്നെ സ്റ്റാക്ക് ഓവർഫ്ലോ എറർ, ഔട്ട് ഓഫ് മെമ്മറി എറർ, ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകളുണ്ട്. നെക്സ്റ്റ് ലിങ്കേജ് എററിനകത്ത് വെരിഫൈ എറർ, ക്ലാസ് ഫോർമാറ്റ് എറർ. ഈ നോ എന്നുള്ളത് ഈ താഴത്തെയാണ് കേട്ടോ, ഇത് ഇങ്ങോട്ട് കയറിപ്പോയതാണ്. അപ്പൊ ക്ലാസ് ഫോർമാറ്റ് എറർ ഉണ്ട്. നോ ക്ലാസ് ഡെഫിനിഷൻ ഫോണ്ട് എറർ, ഡെഫിനിട്ടിരിക്കുന്നത് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഈ നോ ഇവിടെ ഉള്ളതാണ്, നോ ക്ലാസ് ഡെഫിനിഷൻ ഫോണ്ട് എറർ. അതുപോലെ തന്നെ റൺ ടൈം എക്സെപ്ഷൻ ഓർ അൺചെക്ഡ് എക്സെപ്ഷൻസ്, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. പിടികിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ബേസ് ക്ലാസ് ആണ് ഒബ്ജക്റ്റ് ക്ലാസ്. പിന്നെ എക്സെപ്ഷൻ ക്ലാസിന്റെ ബേസ് ക്ലാസ് അല്ലെ പാരന്റ് ക്ലാസ് ആണ് ത്രോബിൾ. ത്രോബിൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന രണ്ട് ക്ലാസ് എക്സെപ്ഷനും എററും. എക്സെപ്ഷനകത്ത് ഇത്രയും ക്ലാസ്സുകൾ വരുന്നുണ്ട്, എററിനകത്തും ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. അതായത് ഈ എക്സെപ്ഷൻ ക്ലാസ്സിനെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇൻഹെറിറ്റ് ചെയ്യുന്ന തൗസൻഡ്സ് ഓഫ് എക്സെപ്ഷൻ ക്ലാസ്സസ് ഉണ്ട്. എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എക്സെട്ര ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാ പേരും ഓർത്തില്ലെങ്കിലും ഏകദേശം ഏതൊക്കെ ഇതിന്റെയൊക്കെ കാറ്റഗറിയിൽ വരുമെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മളോട് ഏതൊക്കെ ടൈപ്പ് എക്സെപ്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ആകെ 1-2 അറിയത്തുള്ളൂ. അരിത്തമാറ്റിക് എക്സെപ്ഷൻ അല്ലെ നൾ പോയിന്റർ എക്സെപ്ഷൻ. ശരിക്കും അത്രയല്ല, ഇത്രയും ഒരുപാട് തൗസൻഡ്സ് ഓഫ് എക്സെപ്ഷൻ ഉണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഹൈറാർക്കി. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സെപ്ഷൻ നെയിം കൊടുക്കുമ്പോൾ എപ്പോഴും ഇപ്പൊ 2 വേർഡ് എക്സെപ്ഷൻ ആണെങ്കിൽ ഇപ്പോൾ 1-2 എണ്ണത്തിന്റെ പേരൊഴിച്ചാൽ ബാക്കിയെല്ലാം ക്യാപിറ്റലിലാണ് തുടങ്ങുന്നത്. അതായത് ഫസ്റ്റ് വേർഡും സെക്കൻഡ് വേർഡും ക്യാപിറ്റലിലാണ്. ഓക്കെ, അതുപോലെ ഇവിടെയും ഓരോ വേർഡ് എടുത്തു കഴിഞ്ഞാലും സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫസ്റ്റ് ലെറ്റർ എല്ലാം ക്യാപിറ്റലിലാണ് വരുന്നത്. ഓക്കെ, ഇത് ഒന്നിച്ചാണ് എഴുതുന്നത്, അല്ലാതെ സെപ്പറേറ്റഡ് വേർഡ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സെപ്ഷൻ ഹൈറാർക്കി. പിന്നെ ഒരു കാര്യം കൂടെ വിട്ടുപോയി, അതായത് നമ്മുടെ ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ തൊട്ട് നമ്മുടെ ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ വരെ ഇത്രയും കാര്യങ്ങൾ കമ്പൈൽ ടൈം എക്സെപ്ഷൻ ഓർ ചെക്ഡ് എക്സെപ്ഷന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. കമ്പൈൽ ടൈം എക്സെപ്ഷന്റെ മറ്റൊരു പേരാണ് ചെക്ഡ് എക്സെപ്ഷൻ. ഓക്കെ, അതായത് ഇത്ര എണ്ണം ഈ ചെക്ഡ് എക്സെപ്ഷന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ റൺ ടൈം എക്സെപ്ഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരിക്കും. ഇത് ഈ പേര് പോലെ തന്നെ റൺ ടൈം എക്സെപ്ഷൻ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ഇതും ബാക്കി ഈ എറേഴ്സിന്റെ ഇത്രയും കാര്യങ്ങളും നമ്മുടെ റൺ ടൈം എക്സെപ്ഷന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പിടികിട്ടിയല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഈ ചെക്ഡ് എക്സെപ്ഷൻ അൺചെക്ഡ് എക്സെപ്ഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഹൈറാർക്കി എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.